महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. ഇങ്ങനെ ഒരുപാട് തീർത്ഥസ്നാനങ്ങൾ സന്ദർശിച്ച് അവസാനം അവർ പ്രഭാസത്തിലെത്തി. ഇവിടെയാണ്, ഗുജറാത്തിലാണ്, അതായത് ഭഗവാന്റെ നാട്ടിലാണ്. 12 ദിവസം വായുവും ജലവും മാത്രം ഭക്ഷിച്ച് അവിടെ തീർത്ഥസ്നാനം ചെയ്തു. യുധിഷ്ഠിരൻ കഠിനമായി തപസ് ചെയ്യുന്നതായിട്ട് ഭഗവാനും ബലരാമനും കേട്ട് വൃഷ്ണിപ്രവരന്മാരോടും സൈന്യത്തോടും കൂടി യുധിഷ്ഠിരന്റെ അടുത്തെത്തി. അതേസമയം ചളി പുരണ്ട് ആ പാണ്ഡുപുത്രന്മാർ നിലത്ത് കിടക്കുന്നത് കണ്ട് ആ വക ക്ലേശങ്ങൾ സഹിക്കുവാൻ ഒരിക്കലും അർഹതയില്ലാത്ത ദ്രൗപദിയെയും കണ്ട് വലിയ ദുഃഖത്തോടെ വൃഷ്ണികളൊക്കെ കരഞ്ഞുപോയി എന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നതിനിടയിൽ ബലരാമന് വളരെയധികം ദുഃഖം തോന്നിയിട്ട് ഒരു ധാർമ്മിക രോഷത്തോടുകൂടെ ഭഗവാനോട് ചോദിക്കുകയാണ്, കൃഷ്ണ, ധർമ്മം ചെയ്താൽ ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് നന്മയും ഇല്ല, അതേസമയം അധർമ്മം ചെയ്താൽ അധപ്പതനവും ഇല്ല. നോക്കൂ, യുധിഷ്ഠിരൻ എത്ര ധർമ്മിഷ്ഠനും മഹാത്മാവുമാണ്. അവനല്ലേ ഇത്രയും ദുഃഖത്തിന് പാത്രമായിരിക്കുന്നത്. അതേസമയം അധർമ്മിഷ്ഠനായ ദുര്യോധനനത ഭൂമി ഭരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആളുകൾ കാണുമ്പോൾ സാധാരണക്കാർക്ക് ആകപ്പാടെ ആശങ്ക അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാകുമല്ലോ. ഇവിടെ ധർമ്മം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, നോക്കൂ യുധിഷ്ഠിരനെ പോലെ ദുഃഖിക്കാനാണോ എന്നവർ ചോദിക്കില്ലേ? അതേസമയം അധർമ്മം ചെയ്താൽ എന്താണ്, ഞങ്ങൾക്ക് ഭൂമി കിട്ടുമെങ്കിൽ, രാജ്യം കിട്ടുമെങ്കിൽ അധർമ്മം ചെയ്താലും എന്താണ് പ്രശ്നം എന്നൊക്കെ ആളുകൾ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്നൊക്കെ ബലരാമൻ ഭഗവാനോട് ചോദിക്കുകയാണ്. അങ്ങനെ ബലരാമൻ പറയുകയാണ്, എന്തിനാണ് ഇവരിതൊക്കെ സഹിക്കുന്നത്? ഇവർക്ക് വേണ്ടി നമുക്ക് യുദ്ധം ചെയ്യാം, എല്ലാവരെയും നമുക്ക് തോൽപ്പിക്കാം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മുൻപ് ഭീമൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ബലരാമനും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എന്തിനു നമ്മൾ ഇങ്ങനെ സഹിക്കണം, ഇവർക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുകയാണ്, സത്യമാണ് നീ പറഞ്ഞത്, എന്നാൽ അതിലൊരു പ്രശ്നമുണ്ട്. സ്വന്തം കൈക്കരുത്തുകൊണ്ട് ജയിക്കാത്ത ഭൂമി ഈ യുധിഷ്ഠിരൻ ഇച്ഛിക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവർ നേടിക്കൊടുക്കുന്ന രാജ്യം എന്തായാലും യുധിഷ്ഠിരൻ സ്വീകരിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, മാധവ, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് സത്യം രാജ്യത്തേക്കാൾ ഉപരി രക്ഷിക്കേണ്ടതായി തോന്നുന്നു. എന്തായാലും എന്നെ ശരിക്കും മനസ്സിലാക്കിയവനാണ് കൃഷ്ണൻ. അപ്രകാരം തന്നെ ഞാൻ കൃഷ്ണനെയും ധരിച്ചിരിക്കുന്നു. മാത്രമല്ല ഇവിടെ യുധിഷ്ഠിരൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, കൃഷ്ണൻ എപ്പോഴാണോ ഇവരൊക്കെ നശിക്കണം എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ മാത്രമേ അതിന് കാലമാവുകയുള്ളൂ. അല്ലാതെ ഇവിടെ ഒന്നും നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്നില്ല. ഭഗവാൻ തീരുമാനിക്കണം എപ്പോൾ എവിടെ വെച്ച് ആരൊക്കെ ഇല്ലാതാകണം എന്ന്. എങ്കിൽ മാത്രമേ ആ യുദ്ധം നടക്കുകയുള്ളൂ എന്ന് യുധിഷ്ഠിരൻ തറപ്പിച്ചു പറയുകയാണ്. ഇങ്ങനെ ഒരു സംഭാഷണം കഴിഞ്ഞ് അവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. ഇങ്ങനെ ആ തീർത്ഥയാത്രാ സംഘം മുന്നോട്ടു പോയിട്ട് അവസാനം ലോമശ മഹർഷി പറയുകയാണ്, ഹേ ഭാരത, നമ്മളിപ്പോൾ ഉശിരബീജം, മൈനാകം, ശ്വേതം എന്നീ പർവ്വതങ്ങളും കലാശൈലവും കടന്നു പോന്നു. ഇതാ ഇവിടെ ഗംഗാനദി 7ആയി പ്രവഹിക്കുന്നത് നോക്കുക. പുണ്യമായ വിരജസസ്ഥാനവും കാണുക. ഇവിടെ എന്നും അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കും. ഇത് മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത അത്ഭുത സ്ഥാനമാണ്. നിങ്ങൾ ഇവിടം നല്ലതുപോലെ ശ്രദ്ധിച്ചു കാണണം. ദേവന്മാരുടെ കാലടിപ്പാടുകളുള്ള അവരുടെ ക്രീഡാസ്ഥാനങ്ങൾ കാണുന്ന
കാലശൈല പർവ്വതം നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ശ്വേതഗിരിയായ മന്ദര പർവ്വതം കാണുന്നു. അവിടെയാണ് മണിഭദ്രനും യക്ഷരാജാവായ കുബേരനും യക്ഷന്മാരും നിവസിക്കുന്നത്. ഇവിടെ 80,000 ഗന്ധർവന്മാരും അവരുടെ 4 ഇരട്ടി യക്ഷന്മാരും കിംപുരുഷന്മാരും എല്ലാവരും ഉണ്ട്. ഈ ശക്തന്മാരുടെ രക്ഷയിൽ നിൽക്കുന്നതിനാൽ ഈ പർവ്വതങ്ങൾ ദുർഗമങ്ങളാണ്. അതുകൊണ്ട് ഹേ യുധിഷ്ഠിര, നീ സമാധിസ്ഥനാവുക. അതായത് സാധാരണ ഒരു മനുഷ്യന്റെ ചിന്താഗതി വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിൽ ഈ സ്ഥലങ്ങളൊന്നും കാണുവാൻ സാധിക്കില്ല. നാം അവരെയൊക്കെ കണ്ടുമുട്ടും. അതുകൊണ്ട് നീ നിന്റെ വിക്രമം കാണിക്കാൻ തയ്യാറാവുക. കൈലാസ പർവ്വതം 6 യോജന ഉയരമുള്ളതാണ്. അവിടെ ദേവന്മാർ എത്തുന്ന വിശാല എന്ന സ്ഥലം കാണുന്നു. ഹേ യുധിഷ്ഠിര, അസംഖ്യം യക്ഷ രാക്ഷസ കിന്നരന്മാരും ഗന്ധർവന്മാരും നാഗങ്ങളും കുബേര സദനത്തിലേക്ക് ഇതിലേ പോകുന്നു. എന്റെ തപശക്തിയുടെയും ദമത്തിന്റെയും രക്ഷയിലും ഭീമന്റെ ബലത്താലും നീ മുന്നേറുക. നിനക്ക് സ്വസ്തി. വരുണരാജനും യമനും ഗംഗയും യമുനയും പർവ്വതങ്ങളും അശ്വിനികളും നിനക്ക് സ്വസ്തി നൽകട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ലോമശൻ യുധിഷ്ഠിരനോട് സൂക്ഷിച്ചിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ലോമശ മഹർഷിക്ക് അപൂർവമായിട്ടുള്ള സംഭ്രമം, അതായത് ഇതിനു മുമ്പ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ ഒരു സംഭ്രമം കാണുന്നു. അപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്തൊരു വഴിയാണ് ഇത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. കൃഷ്ണയെ നല്ലവണ്ണം സംരക്ഷിക്കുവിൻ. ഈ പ്രദേശം മഹാദുർഗമമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ശുദ്ധിയോടുകൂടി ഇരിക്കുക. അങ്ങനെ ശുദ്ധിയോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ ആ ഒരു പ്രദേശത്തിലൂടെ ഇവർക്ക് നടക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ യുധിഷ്ഠിരൻ ഭീമനോട് പ്രത്യേകമായി പറയുകയാണ്, ഭീമ, നീ കൃഷ്ണയെ നല്ലതുപോലെ കാത്തുകൊള്ളുക. അർജുനൻ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും കൃഷ്ണ ഭയം തീർക്കുവാൻ നിന്നെ മാത്രമാണ് ആശ്രയിക്കുക. അതായത് ഇവിടെ പല സൂചനയും നൽകുകയാണ്. കൃഷ്ണയ്ക്ക് എല്ലാവരോടും ഇഷ്ടമുണ്ടെങ്കിലും അർജുനനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. എങ്കിലും അർജുനൻ ഉണ്ടെങ്കിലും കൃഷ്ണ ഭയം തീർക്കുവാൻ നിന്നെ മാത്രമാണ് ആശ്രയിക്കുക എന്ന് പറയുന്നതിലൂടെ ഒരാശ്രയമായിട്ട് കൃഷ്ണ എപ്പോഴും കാണുന്നത് ഭീമനെയാണ്. ഒരു യാത്രയുടെ ഉദ്ദേശം സ്വർഗത്തിലെത്തി അർജുനനെ കാണുക എന്നതാണ്. അപ്പോൾ യുധിഷ്ഠിരൻ നകുല സഹദേവന്മാരുടെ അരികിൽ ചെന്ന് അവരെ തന്നോട് ചേർത്ത് ശിരസിൽ ഘ്രാണിച്ച് പറയുകയാണ്, ഭയപ്പെടേണ്ട, സൂക്ഷിച്ചു പോന്നുകൊള്ളുവിൻ. പിന്നീട് പ്രശസ്തമായ ഗന്ധമാദന പർവ്വതത്തിലേക്ക് അവർ എത്തുകയാണ്. അവിടെയും യുധിഷ്ഠിരൻ ഭീമനോട് പ്രത്യേകം പറയുന്നു, ഭീമ, വിശപ്പും ദാഹവും ബലമായി തടുക്കുക തന്നെ വേണം. നീ നിന്റെ ശക്തിയും സാമർഥ്യവും ഒക്കെ കൈക്കൊള്ളുക. കൈലാസ പർവ്വതത്തെ പറ്റി ഋഷി പറഞ്ഞത് നീ കേട്ടില്ലേ? നീ ബുദ്ധിപൂർവം ചിന്തിക്കുക. നീ മല കയറണോ എന്ന് നീ ഒന്ന് ചിന്തിക്കുക. മാത്രമല്ല, കൃഷ്ണ എങ്ങനെ ഈ മല കയറും? എന്തായാലും ഞാനൊരു കാര്യം പറയാം. നീ ധൗമ്യനോടും സഹദേവനോടും നമ്മെ അനുഗമിക്കുന്ന സൂത പൗരാദികളോടും കൂടി പിൻവാങ്ങുക. തേരും കുതിരകളും വിപ്രന്മാരും ഒക്കെ ഇവിടെ നിൽക്കട്ടെ. ഞങ്ങൾ 3 പേർ മാത്രം പോകാം. ഞാനും നകുലനും തപസ്വിയായ ലോമശ മഹർഷിയും. ഞങ്ങൾ വരുന്നതും കാത്ത് ദ്രൗപദിയെ സംരക്ഷിച്ച് നീ ഗംഗാദ്വാരത്തിൽ സജ്ജനായി നിൽക്കുക. അതാണ് നല്ലത്. അപ്പോൾ ഭീമൻ പറഞ്ഞു, ശരിയാണ്, കൃഷ്ണയ്ക്ക് നല്ല തളർച്ചയുണ്ട്. എന്നാലും അർജുനനെ കാണുവാനുള്ള ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ മുന്നോട്ടു വരിക ദ്രൗപദിയായിരിക്കും. അർജുനനെ കാണുവാൻ സാധിക്കുമെന്നുള്ള ആശ അവളിൽ ഉള്ളതുകൊണ്ട് അവൾ എന്ത് വിഷമവും സഹിച്ച് പോന്നുകൊള്ളും. അർജുനനെ കാണാത്തത് കൊണ്ടുള്ള വിഷമം ഭവാനുമുണ്ടല്ലോ. അപ്പോൾ പിന്നെ അർജുനന് പുറമെ ഞാനും ഈ കൃഷ്ണയും സഹദേവനും വിട്ടുപിരിഞ്ഞാൽ പിന്നെ അങ്ങയുടെ കഥയെന്താകും? അതുകൊണ്ട് ബ്രാഹ്മണരും പരിചാരകന്മാരും ഒക്കെ തിരിച്ചു പോയിക്കൊള്ളട്ടെ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങയെ പിരിഞ്ഞു പോവുകയില്ല. രാക്ഷസന്മാർ നിറഞ്ഞ ഈ ശൈലത്തിൽ മഹാദുർഘടമായ ദുർഗങ്ങളും
വിഷമങ്ങളുമുള്ള പ്രദേശത്ത് ഭവാനെ ഒറ്റയ്ക്ക് ഞാൻ വിടുകയില്ല. മാത്രമല്ല ദ്രൗപദി അങ്ങയെ കൂടാതെ പിന്മാറുവാൻ ഒരിക്കലും സമ്മതിക്കുകയുമില്ല. മാത്രമല്ല രാജാവേ, സവ്യസാചിയായ അർജുനനെ കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടിയവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. നമുക്കൊന്നിച്ചു പോകാം. ഭവാൻ വിഷാദിക്കാതിരിക്കുക. വയ്യാത്ത സ്ഥലത്തൊക്കെ ഞാൻ പാഞ്ചാലിയെ എടുത്തു നടന്നുകൊള്ളാം. മാത്രമല്ല മാതൃനന്ദനന്മാരെയും അവർക്ക് വയ്യെന്ന് തോന്നുന്ന ദുർഗങ്ങളൊക്കെ ഞാൻ കടത്തിക്കൊടുക്കാം. ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ഇങ്ങനെ പറയുന്ന നിന്റെ ബലം വർദ്ധിക്കട്ടെ. അത് വർദ്ധിക്കുക തന്നെ ചെയ്യും. യശസ്വിനിയായ പാഞ്ചാലിയെയും നകുല സഹദേവന്മാരെയും ഏറ്റി നടക്കാമെന്നല്ലേ നീ കരുതുന്നത്? ശരി, അങ്ങനെ ആകട്ടെ. ഇത് മറ്റാർക്കും കഴിയുന്നതല്ല. നിനക്ക് ശുഭം ഭവിക്കും. അപ്പോൾ കൃഷ്ണ പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുകയാണ്, ഹേ ഭാരത, എന്നെ ആരും എടുക്കേണ്ടതില്ല. ഞാൻ നടന്നു പോന്നുകൊള്ളാം. എന്നെ ഓർത്ത് ഭവാൻ ദുഃഖിക്കേണ്ട. അപ്പോൾ ലോമശ മഹർഷി പറഞ്ഞു, ഗന്ധമാദന പർവ്വതത്തിൽ തപോബലം കൊണ്ട് മാത്രമേ കയറാൻ പറ്റൂ. നാം തപസ് ചെയ്തു കൊള്ളണം. നകുലനും സഹദേവനും ഭീമനും ഞാനും അങ്ങയുമൊക്കെ അർജുനനെ ഈ പോക്കിൽ കാണുന്നതാണ്. ലോമശ മഹർഷി പറഞ്ഞു, പല പർവ്വതങ്ങളും പല നദികളും കാടുകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞുവല്ലോ. ഇനി ഈ വഴിക്ക് ചെന്നാൽ ദിവ്യമായ മന്ദരപർവ്വതം കാണാം. നിങ്ങൾ ഏകാഗ്രചിത്തന്മാരും നിർഭയന്മാരുമായി നടക്കണം. ആദ്യമായി നിങ്ങൾ ചെല്ലുന്നത് ദേവന്മാർ വസിക്കുന്ന സ്ഥലത്തേക്കാണ്. പുണ്യകർമാക്കളായ മഹർഷിമാരുടെ ദിവ്യമായ വാസസ്ഥാനമാണ് അത്. ശുദ്ധയും പുണ്യവതിയുമായ മഹാനദിയാണ് ആ കാണുന്നത്. ബദരിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന മഹാനദി സുരന്മാരാലും മുനിമാരാലും സേവിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ആ ഗംഗയെ പൂജിച്ച് പറയുകയാണ്. ലോകസ്ഥിതിക്ക് വേണ്ടിയാണ് ശിവൻ ഗംഗയെ ശിരസിൽ വഹിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശുദ്ധമാനസന്മാരായി ആ ഭഗവതിയായ ഗംഗയെ ചെന്നു വന്ദിക്കുവിൻ. അങ്ങനെ ലോമശ മഹർഷിയുടെ വാക്ക് കേട്ടപ്പോൾ ശുദ്ധചിത്തരായി പാണ്ഡവർ ആകാശഗംഗയെ കൈകൂപ്പി അഭിവാദ്യം ചെയ്തു. അങ്ങനെ ശൂരന്മാരായ പാണ്ഡവർ ഗന്ധമാദന പർവ്വതത്തിൽ പ്രവേശിച്ചു. ആത്മസംയമനം ചെയ്ത് ഫലമൂലങ്ങൾ ഭക്ഷിച്ച് പാഞ്ചാലിയോടുകൂടി അവർ വനങ്ങളും പൊയ്കകളും കണ്ടു. നാനാവിധ മൃഗങ്ങളെ കണ്ടു. ഗന്ധർവർക്കും കിന്നരന്മാർക്കും അപ്സരസ്സുകൾക്കും പ്രിയപ്പെട്ടതുമായ ആ മഹാപർവ്വതത്തിൽ അവർ കയറി. അപ്പോൾ വലിയ കാറ്റും കഠിനമായ മഴയും ഉണ്ടായി. വീണുകിടക്കുന്ന ഇലകൾ ഇടകലർന്ന് പൊടിപടലം പാറി. തമ്മിൽ പറയുന്നത് പോലും ആർക്കും കേൾക്കുവാൻ സാധിക്കാതെയായി. ആകെ പൊടി കൊണ്ട് മൂടി. ചുറ്റിയടിക്കുന്ന കൊടുങ്കാറ്റാൽ പാറക്കല്ലുകൾ ഊക്കോടെ വിതറി. അന്ധകാരം വ്യാപിക്കുകയാൽ അവർക്ക് പരസ്പരം കാണുവാൻ കൂടി വയ്യാതായി. ഭയങ്കരമായ കാറ്റടിയിൽ ആകുലരായ അവർ ആകാശം ഇടിഞ്ഞു വീഴും പോലെയും ഭൂമി പിളരും പോലെയും ഭയപ്പെട്ടു. വല്ലാതെ അമ്പരന്ന് അന്ധരായി. പാണ്ഡവന്മാർ മരങ്ങളും വള്ളികളും പുറ്റുകളും തട്ടിത്തടഞ്ഞ് ഉഴന്നു നടന്നു. മഹാശക്തിമാനായ ഭീമൻ വില്ല് കയ്യിലെടുത്ത് കൃഷ്ണയെയും എടുത്ത് ഒരു വലിയ മരത്തെ ആശ്രയിച്ചങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുകയാണ്. ധർമ്മരാജാവും നകുല സഹദേവന്മാരും ലോമശനും ധൗമ്യനുമൊക്കെ മരങ്ങളിലും മലയിടുക്കുകളിലും മറ്റും ഒളിച്ചിരുന്നു. അങ്ങനെ കാറ്റും പൊടിയും കുറെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഒതുങ്ങി. പിന്നീട് വലിയ ജലധാരയോടുകൂടിയ ഒരു ഘോര വർഷമുണ്ടായി. വജ്രങ്ങൾ ചിതറും പോലെ ചടചടാ ശബ്ദമുയർന്ന് മേഘങ്ങളിൽ നിന്ന് ഉജ്ജ്വലമായ മിന്നലിളകി. ആ ജലധാര ചരൽ കല്ലുകൾ കലർന്ന് അതിഘോരമായി തീർന്നു. അതോടെ കൊടുങ്കാറ്റും ഉഗ്രമായി തീർന്നു. കലങ്ങി മറിഞ്ഞ് നുരയും പതയുമായി പൊങ്ങിയ പെരുവെള്ളം സർവത്ര പരന്ന് നദികളായി സമുദ്രത്തിലേക്ക് കുതിച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ പേമാരിയും കൊടുങ്കാറ്റും ഇരമ്പലും നിലച്ചു. വെള്ളമൊക്കെ കീഴോട്ടൊഴുകി സൂര്യൻ തെളിഞ്ഞു. അപ്പോൾ പാഞ്ചാലിക്കും പാണ്ഡവന്മാർക്കും തമ്മിൽ കാണുവാൻ സാധിച്ചു. അവർ സസന്തോഷം ഒന്നിച്ചുകൂടി വീണ്ടും മല കയറുവാൻ തുടങ്ങി. മഹാഭാരതം